പ്രിയപ്പെട്ടവരെ, നൂറുദ്ദീൻ വയനാട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ടൗണിൻ്റെ വളരെ അടുത്തുള്ള ഒരു വീട്. നാഷണൽ ഹൈവേയിലേക്കൊക്കെ വെറും 150 മീറ്റർ ദൂരത്തിലുള്ള ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന വീടാണ് 8.5 സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ച 2000 സ്ക്വയർ ഫീറ്റുള്ള വീട്. അധികം പഴക്കമില്ല, ഒരു 2.5-3 വർഷത്തിൻ്റെ ഉള്ളിൽ പഴക്കമുള്ള നല്ലൊരു വീടാണ്. 3 നിലയിലായിട്ടാണ് നമ്മുടെ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ നമുക്ക് ടൗണുണ്ട്, അതുപോലെ എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങളുണ്ട്, സ്കൂളുകൾ, കോളേജുകൾ, എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയുണ്ട്. വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലാണ് നമ്മുടെ ഈ വീടുള്ളത്. ഈ വീട് ടൗണിൻ്റെ വളരെ അടുത്തായതുകൊണ്ടും അതുപോലെ നാഷണൽ ഹൈവേൻ്റെ തൊട്ടടുത്തായതുകൊണ്ടും ഇവിടെ സ്ഥലത്തിന് നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ വീട് സ്ഥലമുള്ളത്. ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവ് ഇവിടെ ഉണ്ട്. നല്ലൊരു പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പുത്തനൊരു വീടാക്കി മാറ്റാം. വീടിൻ്റെ സൈഡ് ഭാഗമൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. സൈഡിൽ നല്ലൊരു മാവൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇവിടെ സൈഡിൽ പപ്പായ മരങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാം. കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ്. ബാക്കിലേക്ക് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ബാക്കിലത് തെങ്ങൊക്കെ നമുക്കിങ്ങനെ കാണാം. വെള്ളത്തിന് ഓപ്പൺ കിണർ തന്നെയുണ്ട്. ടൗണിൻ്റെ അടുത്തൊക്കെ നല്ലൊരു വീട് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന നല്ലൊരു വീടാണിത്. നേരെ നമുക്ക് വീടിൻ്റെ ഉൾവശം ഒന്ന് കാണാം. സിറ്റ് ഔട്ടിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. സൈഡിലൊക്കെ ഉണ്ടല്ലേ, ഫില്ലറിലൊക്കെ നല്ല വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറൊക്കെ ഡബിൾ ഡോറാണ്, ഒക്കെ നല്ല മരത്തിലാണ് പണിതിരിക്കുന്നത്. സിറ്റ് ഔട്ട് കഴിഞ്ഞാലുള്ള ലിവിങ് ഏരിയയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സീലിങ്ങിൻ്റെ വർക്കൊക്കെ ഉണ്ടല്ലേ, നല്ല മോഡൽ വർക്കാണ്. നല്ല LED ബൾബുകളൊക്കെ കൊടുത്ത് ലൈറ്റിങ് കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള സീലിംഗ് വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. കോർണറിലൊക്കെ ഇതുപോലെ സോഫ സെറ്റൊക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയ കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയൻ്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതൊക്കെ സെപ്പറേറ്റ് ആണ്. ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല സൗകര്യമുണ്ട്. ഉള്ളിൽ നമുക്ക് സ്റ്റെയർ വരുന്നുണ്ട്. അതുപോലെ അതായത് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നല്ലൊരു വാഷ് ബേസൊക്കെ നമുക്കിങ്ങനെ കാണാം. വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. 3 ബെഡ്റൂമാണ് ഉള്ളത്. 3 ബാത്റൂമാണ് ഈ വീട്ടിലുള്ളത്. ബെഡ്റൂമൊക്കെ നല്ല വലിയ ബെഡ്റൂമുകളാണ്. ഇവിടെയൊക്കെ നമുക്ക് സീലിങ്ങിൻ്റെ നല്ല വർക്കുകളൊക്കെ കാണാം. നല്ല LED ബൾബുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നല്ല കർട്ടനിങ് വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണുള്ളത്. ഇത് യൂറോപ്യൻ ക്ലോസറ്റാണ്. നേരെ നമുക്ക് ഈ കിച്ചൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. കിച്ചണിലൊക്കെ കണ്ടില്ല, നല്ല കബോർഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അടിയിലൊക്കെ നല്ല സ്ലാവിൻ്റെ വർക്കുകളൊക്കെ ഗ്രാനൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. സൈഡിലൊക്കെ നല്ല സ്ലാവൊക്കെ കൊടുത്തിട്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാനുള്ള നല്ല സ്പേസൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് കിച്ചനാണ് നമ്മൾ കാണുന്നത്. വർക്ക് ഏരിയ എന്നൊക്കെ പറയില്ലേ, ഈ വർക്ക് ഏരിയൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇവിടെയാണ് നമുക്ക് കത്തിക്കാനുള്ള അടുപ്പൊക്കെ ഉള്ളത്. ചുമരിലൊക്കെ ഉണ്ടല്ലോ, നല്ല വാൾട്ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നേരെ നമുക്ക് മുകൾ വശം ഒന്ന് കാണാം. ഈ സ്റ്റെയറിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലേ, നല്ല സ്റ്റീലിൻ്റെ നല്ല ഹാൻഡിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഡോറ് ഇത് വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിൻ്റെ ഡോറാണ്. അത് ക്ലോസ് ആണ്. നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം. ഇത് 3ാമത്തെ ബെഡ്റൂം. ഇതൊക്കെ വലിയ ബെഡ്റൂമാണ്. ഇവിടെ കണ്ടില്ല, നല്ല 2 കട്ടിലിട്ടിട്ടും നമുക്ക് ഇഷ്ടം പോലെ സ്പേസൊക്കെ ഉണ്ട്. ഫ്രണ്ടിലുള്ള ബാൽക്കണിയാണ് നിങ്ങൾ കാണുന്നത്. 2 ബാൽക്കണി ഉണ്ട് ഈ വീട്ടിൽ. നല്ല കാഴ്ചയാണ് ഇവിടെ നിന്നൊക്കെ. വീടിൻ്റെ ബാക്ക് സൈഡാണിത്. ഇവിടെയൊക്കെ ഷീറ്റ് ഇട്ടതുകൊണ്ട് നല്ല സൗകര്യമുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ ഇവിടെയാണുള്ളത്. അലക്കിയതൊക്കെ അറിയിടാൻ നമുക്ക് നല്ല സൗകര്യമുണ്ട്, ഇഷ്ടം പോലെ സൗകര്യമുണ്ട്. അപ്പോൾ ഈ വീടിന് ഇവർ ആവശ്യപ്പെടുന്നത് ടോട്ടൽ 70 ലക്ഷം രൂപയാണ്. നല്ല ചാൻസാണ്, അർജൻറ്റ് സെയിലാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.